മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു വീണത് ഭൂമിക്കടിയിലെ മണ്ണ് തെന്നി മാറിയതാകാമെന്ന വിലയിരുത്തലിൽ വിദഗ്ധ സംഘം. വിശദമായ റിപ്പോർട്ട് സംഘം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും. മഴയാണോ നിർമ്മാണത്തിലെ അപാകതയാണോ ഇതിന് വഴിവെച്ചതെന്ന് വിശദമായ പഠനത്തിന് ശേഷമേ വ്യക്തമാകൂ. അതേസമയത്ത് ഇന്നും പ്രതിഷേധം തുടരുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ കൂരിയാട്ടയ്ക്ക് മാർച്ച് നടത്തി. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് തത്സമയം ചേരുന്നു. അനുമോദ്, പ്രതിഷേധം കനക്കുന്നു, ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതിനിടയിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഈ കാര്യങ്ങളെല്ലാം പഠിച്ചുകൊണ്ടും അത് അഡ്രസ് ചെയ്തുകൊണ്ടുമാണോ എന്നുള്ളൊരു വിശ്വാസം ജനങ്ങൾക്കില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ നിർമ്മാണത്തിലെ പിഴവ് എന്നതിനപ്പുറത്തേക്ക് മഴ കൊണ്ട് ഉണ്ടായതാകാം എന്നുള്ളൊരു അനുമാനത്തിലേക്ക് ഈ റിപ്പോർട്ട് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളൊരു സൂചനകളുണ്ടോ? വിവരങ്ങൾ എന്താണ്? അപർണ, രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, ഇവിടെ നടക്കുന്ന പ്രതിഷേധത്തെ കുറിച്ചാണ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധ ജ്വാല കൂരിയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. MLA KP മജീദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ ഹമീദ് മാസ്റ്റർ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ യൂത്ത് ലീഗ് പ്രവർത്തകർ വലിയ തോതിൽ തന്നെ സംഘടിച്ചെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും നിതിൻ ഗഡ്കരിയുടെയും മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധക്കാർ ഇവിടെ എത്തിയത്. അതിനുശേഷം ഈ പ്രതിഷേധക്കാർ പ്രതീകാത്മകമായി ഇവർക്ക് എതിരെയുള്ള വിമർശനം അത് മുഖംമൂടി അണിഞ്ഞ് കാണിക്കും, അതുപോലെ റോഡിൽ കുഴി അടയ്ക്കുന്നതൊക്കെ പരിഹാസകരമായിട്ട് കാണിക്കുമെന്നും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അവർ അറിയിക്കുന്നു. വലിയ തോതിൽ തന്നെ തുടങ്ങാനിരിക്കുന്ന പ്രതിഷേധങ്ങളുടെ ഒരു തുടക്കം മാത്രമായിട്ടാണ് ഇന്നത്തെ പ്രതിഷേധ ജ്വാല എന്നാണ് യൂത്ത് ലീഗ് പറയുന്നത്. രണ്ടാമതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ്. വിദഗ്ധ സമിതി ഇന്നലെയാണ് മേഖല സന്ദർശിച്ച് മടങ്ങിയത്. മഴ ഒരു ഘടകമായിട്ടുണ്ടോ എന്ന ചോദ്യം ഉയരുമ്പോഴും മണ്ണ് തെന്നി നീങ്ങിയതാണ് ഈ ഒരു അപകടത്തിന് വഴിയൊരുക്കിയത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തൽ. ഈ ഒരു മേഖല നമുക്കറിയാം വയൽ മേഖലയാണ്, വയൽ നിലമാണ്. ഈ വലിയ ഭാരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് ഈ ഒരു മേഖലയിൽ മണ്ണിട്ട് നികത്തിയ പ്രദേശത്ത് താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. മണ്ണ് ഭൂമിക്കടിയിൽ നിന്ന് നിരങ്ങി നീങ്ങുകയും അത് മുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയാണ് റോഡ് ഇരിക്കുകയും സർവീസ് റോഡ് തകരുകയും ഈ ഒരു മേഖലയിൽ ഒന്നാകെ ആശങ്കയിലാവുകയും ചെയ്തിരിക്കുന്നത്. ഇതിന് പുറമെ നിർമ്മാണത്തിൽ അശാസ്ത്രീയത കാരണമായിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട്. അത് തന്നെയാണെങ്കിലും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് 2 ദിവസത്തിനകമായിരിക്കും NHAക്ക് കൈമാറുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഒരുപക്ഷെ ചെന്നൈ IITയിലെ ശാസ്ത്രജ്ഞരും ഇവിടെ എത്തി ഈ ഒരു അപകടത്തിന്റെ കാരണങ്ങളെ കുറിച്ച് പഠനം നടത്തുമെന്നാണ് അറിയാനാകുന്നത്. അതേസമയം വിദഗ്ധ സമിതി ഈ ഒരു മേഖലയിലെ ഇപ്പോഴുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റി വയഡക്ട് പാലം പണിയാനുള്ള നിർദ്ദേശമാണ് നൽകേണ്ടതെന്ന പ്രതിഷേധവും ഉയരുന്നുണ്ട്. ഈ നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ളതല്ല. വയലിലൂടെ മണ്ണിട്ട് നികത്തി റോഡ് നിർമ്മിക്കാനല്ല വേണ്ടത്. ഈ വയലിന് മുകളിലൂടെ വയഡക്ട് പാലമാണ് വേണ്ടതെന്ന ആവശ്യമാണ് പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. ആ കാര്യത്തിലാണ് ഇപ്പോഴും പ്രതിഷേധം ശക്തമായി ഉയരുന്നതും. എന്തിനാണെങ്കിലും പ്രതിഷേധങ്ങൾ തുടരും. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് എന്നാകും NHAയുടെ മുമ്പിൽ എത്തുക എന്നുള്ളതും അതിന്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്താകുമെന്നതും രാഷ്ട്രീയപരമായിട്ട് ഇത് ഏത് തരത്തിലേക്കാണ് പോകുന്നത്? മുസ്ലിം ലീഗ് ഇതൊരു വിഷയമായി തന്നെ എടുത്തിരിക്കുന്നു. ET മുഹമ്മദ് ബഷീർ നിതിൻ ഗഡ്കരിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച നടത്തുന്നു, ഈ വിഷയങ്ങൾ അറിയിക്കുന്നു. യൂത്ത് ലീഗ് മാർച്ച് പ്രതിഷേധമൊക്കെ ശക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നേരത്തെ തന്നെ ഈ വിഷയം അഡ്രസ്സ് ചെയ്തതാണ്, അത് പരിഗണിച്ചില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറയുകയും ചെയ്തിരിക്കുന്നു. ഏത് തരത്തിലേക്ക് ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർത്തുകയാണ് മുസ്ലിം ലീഗ്?
സർക്കാരിന്റെ വാർഷികം ആഘോഷിക്കുന്നത് ഇത്തരത്തിൽ തകർന്ന റോഡുകളിൽ നിന്ന് സെൽഫി എടുത്തു വേണമെന്നാണ് യൂത്ത് ലീഗിന്റെ അധിക്ഷേപം അല്ലെങ്കിൽ പരാമർശം പരിഹാസമായിട്ടുള്ളത്. വലിയ തോതിൽ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഹൈവേയുടെ ഈ തകർച്ച പ്രതിപക്ഷം. പ്രത്യേകിച്ച് മലപ്പുറത്ത് ഇന്നലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം NHAIയുടെ കരാർ ഏറ്റെടുത്ത കമ്പനിയിലെ KNRലേക്ക് നടന്നിരുന്നു. സംഘർഷം വരുന്നതായിരുന്നു ആ പ്രതിഷേധം. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് ലീഗും 2 MLA-മാരുടെ സാന്നിധ്യത്തിൽ ഇവിടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഇടങ്ങളിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് പോകുമെന്ന് യൂത്ത് ലീഗ് പറയുമ്പോൾ, മുസ്ലിം ലീഗ് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും UDF ഇത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് LDF-നെതിരെ എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഈ ഒരു ദേശീയപാത നിർമ്മാണത്തിലെ നേട്ടങ്ങൾ എപ്പോഴും ആഘോഷമാക്കുന്ന LDF-ന് ഈ തകർച്ചയുടെ കാരണങ്ങൾ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ധാർമ്മിക ബാധ്യതയുണ്ടെന്ന് UDF ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഈ കേരള സർക്കാരിന്റെ അറിവോടെയും സമ്മതത്തോടെയും മേൽനോട്ടത്തിലുമാണ് ഈ ദേശീയപാതയുടെ വികസനമെന്ന് ഓരോ ഘട്ടത്തിലും മന്ത്രിമാർ അവകാശപ്പെട്ടിരുന്നു എന്ന് UDF ആരോപിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ നേട്ടങ്ങൾ മാത്രമല്ല കോട്ടങ്ങളും അവകാശപ്പെടുന്നതാണ്. കോട്ടങ്ങൾ കൂടി ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകണം. അതോടൊപ്പം തന്നെ കേന്ദ്രം ഭരിക്കുന്ന BJP-ക്ക് ഈ വിഷയത്തിൽ എന്തു നിലപാടാണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ LDF-നെതിരെയും NDA-ക്കെതിരെയും വലിയ ആയുധമാക്കി രാഷ്ട്രീയ പ്രചാരണത്തിന് ദേശീയപാതയിലെ തകർച്ച ഇവിടെ ഉപയോഗപ്പെടുത്തുന്നു UDF എന്ന് പറയാൻ കഴിയും. അപർണ. CV അനുമോദാണ് വിവരങ്ങൾ നൽകുന്നത്. രാഷ്ട്രീയ വിഷയമായി കൂടി ഈ ദേശീയപാതയിലെ പാളിച്ചകൾ മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതിൽ പ്രതിഷേധം തുടരുകയാണ് മലപ്പുറത്ത്. അതേസമയം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിലെ വിള്ളലും കുന്നിടിച്ചിലും ജനങ്ങളെ ആശങ്കയിലാക്കുക തന്നെയാണ്. കാസർഗോഡ് കല്യാൺ റോഡിന് പിന്നാലെ കൂളിയങ്കാലിലും റോഡിൽ വിള്ളൽ രൂപപ്പെട്ടു. കണ്ണൂർ തളിപ്പറമ്പിനടുത്ത് കുപ്പത്ത് നിരവധി തവണ കുന്നിടിഞ്ഞു. മഴ ശക്തി പ്രാപിക്കുന്നതോടെ ജീവൻ പണയം വെച്ച് വേണം ദേശീയപാത വഴിയുള്ള യാത്ര. KV ബൈജു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ദേശീയപാതകൾ ഒരു ദിവസം മാത്രം പെയ്ത മഴയിലാണ് ഇത്രത്തോളം വലിയ അപകടാവസ്ഥയായത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഇത് കൂളിയങ്കാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്നലെ ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വാഹനങ്ങളൊക്കെ ഇതുവഴി കടന്നു വരുന്നത് കാണാം. ഇത് ഇടിഞ്ഞതിന് ശേഷം ആരും അറിയാതെ രാത്രിക്ക് വന്ന് ഇവർ ഇത്തരത്തിൽ ഇത് മണ്ണ് ഇട്ട് എംസാൻഡും അതുപോലെ തന്നെ ജില്ലപ്പൊടിയും ഇട്ട് താൽക്കാലികമായി ഒരു ആ രീതിയിൽ ഈ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് വളരെ അപകടാവസ്ഥയാണ്. ഇതിലൂടെ കടന്നു പോകുന്നത് അത്രത്തോളം ജീവൻ പണയം വെച്ചാണ്. നമുക്ക് കാണാം ഇതിൻ്റെ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിൻ്റെ ഒരു അവസ്ഥയും. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഇതുവഴിയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഭാരമേറിയ വലിയ ലോറികളൊക്കെ കടന്നു പോകുന്ന ഒരു പാതയാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ 3 ഇടങ്ങളിലാണ് ഒരു ഒറ്റ ദിവസം പെയ്ത മഴയിൽ വിള്ളലും അതുപോലെ തന്നെ ഇടിച്ചിലും കണ്ടെത്തിയത്. വലിയ അപകടാവസ്ഥയിലാണ് പല സ്ഥലങ്ങളും ഉള്ളത്. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഈ ഇന്നലെ ഇടിഞ്ഞ് താഴ്ന്ന ആ സ്ഥലം, അതിലൂടെ ഇപ്പോൾ ചെറിയ വാഹനങ്ങളൊക്കെ കടന്നു വരുന്നത് ഒരു സാഹചര്യം കാണാം. എന്നാൽ നമുക്ക് ഇവിടുത്തെ നാട്ടുകാരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എന്താണ് ഇപ്പോൾ ദേശീയപാതയുടെ അവസ്ഥ? 3 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ വിള്ളലും അതുപോലെ തന്നെ ഈ കൂളിയങ്കാൽ ഇടിച്ചിലും ഒക്കെ കണ്ടത്. എന്താണ് അവസ്ഥ? കാസർഗോഡ് ജില്ലയിൽ വളരെയേറെ ഗതാഗത സൗകര്യമുണ്ടായ നമ്മുടെ ഈ ജില്ല ഇപ്പോൾ ഗതാഗതത്തിൽ സൗകര്യമില്ലാത്ത രൂപത്തിൽ തന്നെ മാറിയിരിക്കുകയാണ്. അതിപ്പോൾ ചട്ടഞ്ചായാലും ശരി, കല്യാൺ റോഡായാലും ശരി, തെക്കിലായാലും ശരി, ബേവിഞ്ച ഭാഗത്തൊക്കെ ആയാലും ശരി, വാസ്തവത്തിൽ ഏത് സമയത്തും ജനങ്ങൾ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം ഇത്. ഇപ്പോൾ 6 വരിപ്പാതയുടെ നിർമ്മാണം വന്നതോടുകൂടി കൂറ്റൻ മതിൽ വന്നപ്പോൾ ഗതാഗത സൗകര്യമുണ്ടായ റോഡൊക്കെ തന്നെ ചെറിയ രൂപത്തിലായത് മാത്രമല്ല കുണ്ടും കുഴിയും നിറഞ്ഞ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. തൊട്ടടുത്ത ആളുകൾക്ക് റോഡിലേക്ക് കയറാൻ പറ്റുന്നില്ല, റോഡിൽ നിന്ന് വീട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ല, ക്വാർട്ടേഴ്സൊക്കെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്നു, ഗവൺമെൻറ്റാണ് ടാക്സ് ഒഴിവാക്കുന്നില്ല. ആ രൂപത്തിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കലക്ടർ അടിയന്തരമായിട്ട് പ്രദേശം സന്ദർശിച്ചേ മതിയാകൂ. ജനപ്രതിനിധികൾ സന്ദർശിക്കാം, അവരുടെ ദുഃഖത്തിന്. മഴയാണോ ഒറ്റ ദിവസം പെയ്ത മഴയിലാണ് ഇത് സംഭവിച്ചത്? മഴയാണോ പ്രശ്നം, അല്ല ഇത് അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണമാണോ? അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ്. കാലവർഷം ആരംഭിച്ചിട്ടില്ല, പേരിന് മഴയെന്ന് മാത്രമാണെന്നുള്ളത്. അപ്പോൾ കാലവർഷം കൂടി വരുന്നതോട് കൂടി എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ കോൺട്രാക്ടറാണോ അവരെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരിഹാരം കാണാൻ വേണ്ടി കലക്ടർ മുന്നോട്ട് വരണമെന്നുള്ളതാണ് ഇതും കൂടി നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് നമ്മൾ ആദ്യം അറിയില്ല ഇങ്ങനെയാന്ന് റോഡ് വരുന്നതെന്ന് അറിയില്ല. അതുവരെ നമുക്ക് പൈസ എടുത്തിരുന്നു. ഇത്ര മുറ്റത്താന്ന് എടുക്കും. ഒരു സൈക്കിൾ വെക്കാൻ വരെ നമ്മുടെ വീടിൻ്റെ മുമ്പിൽ സ്ഥലമില്ല. അങ്ങനെ 75 വയസ്സായ ഉമ്മ ഉണ്ട്. അവരെ കൊണ്ടുവരണമെങ്കിൽ കസാരയിലെത്തിയിട്ട് മുകളിലോട്ട് കൊണ്ടുപോകണം, ആസ്പത്രിക്ക് കൊണ്ടുപോകണം. എത്ര പ്രാവശ്യം കൂടെ കൊടുപ്പോൾ നിങ്ങൾ കാണുന്ന ആ വീട് എത്ര താഴെയുള്ള വീടാണ്.
അവരങ്ങനെ മുകളിലോട്ട് എങ്ങനെ എത്തിക്കില്ല ഇത് കാസാരി കൗൺസിലർ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടുത്തെ എന്താണ് ഒരു സാഹചര്യം? ഇവിടുത്തെ സ്ഥിതി ഇപ്പോഴെന്ന് വെച്ചാൽ ഇവിടെ ഒരു കോമ്പൗണ്ട് വാൾവ് കെട്ടിയിട്ടില്ല, അതൊരു ഡ്രെയിനേജ് ഇല്ല. അതാണ് ഏറ്റവും അശാസ്ത്രീയമായിട്ട് മാറുന്നത്. പിന്നെ വെള്ളം ഒഴിച്ചു പോകാനുള്ള ഒരു സൗകര്യം പോലും ഇല്ലാതെ ഇനിയിപ്പോൾ ഇതിലെ കൂടി വണ്ടി വിട്ടുകൊണ്ട് യാതൊരു ഇങ്ങനെയുള്ള ഒരു കൃത്യമായിട്ടുള്ള റോഡ് ഉണ്ടാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല. അടിയന്തരമായിട്ട് ഇവിടെ ഡ്രെയിനേജ് ഉണ്ടാവണം, അതുപോലെ റിട്ടേണിംഗ് വാൾവ് ഉണ്ടാവണം. എന്നാലേ ഇവിടെ ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പറ്റൂ. എല്ലായിടത്തോളം കാലം ഇത് വളരെ അപകടമാണ്. കാരണം ഇപ്പോഴത്തന്നെ തൊട്ടടുത്ത വീടുകളിലും കിണറിലേക്കെല്ലാം വെള്ളവും ചളിയും വലിച്ചു പോയി കുടിവെള്ളം പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇതുള്ളത്. ഇതൊക്കെ അധികാരികൾ ഇത് കണ്ട് ഇതിന് കണ്ണു തുറക്കണം. ഈ വാർത്ത കണ്ടെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണം എന്നാണ് എനിക്ക് പറയാം. അതാണ് ഇവിടുത്തെ സാഹചര്യം. എന്തായാലും കണ്ണൂരും ഇതേ അവസ്ഥയാണ്. കുപ്പത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിലാണ് ഈ പ്രദേശത്തുള്ളത്. ജനങ്ങൾ വലിയ പ്രതിഷേധത്തിൽ തെരുവിലിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. കലക്ടർ നേരിട്ട് എത്തണമെന്ന് ആവശ്യപ്പെടേണ്ട ഒരു ഗതികേടും ഇവർക്കുണ്ടായി. ഏതായാലും വീടുകളിൽ സമാധാനത്തോടെ താമസിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇനി വരുന്നത് ശക്തമായ മഴയാണ്. കാരണം വീണ്ടും ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ സാധ്യതാ പ്രവചനമുണ്ട്. എന്തായാലും ഇനി വരുന്ന സമയങ്ങളിൽ വലിയ ആശങ്കയോടെയാണ് ഈ പ്രദേശവാസികളൊക്കെ കഴിയുന്നത്. ഇതിന് അടിയന്തരമായ പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മട്ട്ലായിക്കുന്നിൽ നമുക്കറിയാം, കഴിഞ്ഞ സമയം ഇതര സംസ്ഥാന തൊഴിലാളി മണ്ണിടിഞ്ഞ് വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ചെങ്കള പ്രദേശങ്ങളിൽ വലിയ തോതിൽ അപകട ഭീഷണിയുണ്ട്. എന്തായാലും വലിയ ഇടപെടൽ ഈ സമയത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു നിർമ്മാണമാണ് ഇതിനൊക്കെ കാരണമെന്നാണ് ജനങ്ങളൊക്കെ പറയുന്നത്. ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി ഈ റോഡ് തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളുമായി രംഗത്തിറങ്ങാൻ തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം. കെ വി ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.